പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നും ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. ഇന്ന് നമ്മൾ ഇളനീർ പായസമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇളനീർ വെച്ചിട്ട് നമ്മൾ സാധാരണ മിൽക്ക് ഷേക്കും പുഡിങ്ങും ഒക്കെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നാൽ ഇതുപോലൊരു പായസം നിങ്ങൾ ഉണ്ടാക്കി നോക്ക്, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ മസ്റ്റായിട്ട് ഈ ഓണത്തിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വിട്ടുപോകരുത്. അപ്പം നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 4 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. അതായത് 1 ലിറ്റർ പാൽ, അതിലോട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ അടുപ്പിലോട്ട് മാറ്റിയിട്ടുണ്ട്. പഞ്ചസാര ഇത് കുറവാണ്, നമ്മൾ ഇതിലോട്ട് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പഞ്ചസാര 1/4 കപ്പ് അളവിൽ ചേർത്തത്. ഇനി മിൽക്ക് മെയ്ഡ് ചേർക്കുന്നില്ലെങ്കിൽ 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കണേ. നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലോട്ടൊരു 1/4 കപ്പ് മിൽക്ക് മെയ്ഡ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് ചേർത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിച്ചു പോവുകയെ. നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പരമാവധി ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക. ഇനി ഞാനിവിടെ ഇളനീറിൻ്റെ പൾപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. 125 രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത്. ഇത് നമ്മുടെ സാധാരണ ഇളനീറും അതിൻ്റെ വെള്ളവും കൂടി ജ്യൂസാക്കിയിട്ട് ഫ്രീസ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് പുറത്തെടുത്ത് വെച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ ഐസൊക്കെ അലിഞ്ഞു കൊള്ളും കേട്ടോ. അപ്പോൾ നമ്മുടെ പാലിവിടെ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി പാലൊന്ന് തിളച്ച് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ചെറിയൊരു പണി കൂടി ബാക്കിയുണ്ട്. ഞാനിവിടെ ഒരു ഗ്ലാസ്സിലോട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് പാൽ കൂടി ഒഴിച്ചിട്ട് ഒട്ടും തന്നെ കട്ടകളില്ലാതെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് പായസത്തിൽ ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. പായസത്തിന് കുറച്ച് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ മാത്രം മതി. കൂടുതലായി കഴിഞ്ഞാൽ പുഡിങ്ങിൻ്റെ പാകത്തിലായി പോവും. അപ്പോൾ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയേ. അത് മാറ്റി വെച്ചതിന് ശേഷം പാലിവിടെ തിളച്ച് പൊങ്ങിയിട്ട് ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ വരെ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്കാപ്പൊടി കയ്യിലില്ലെങ്കിൽ 3-4 ഏലക്കായ എടുത്തിട്ട് ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി നന്നായിട്ട് വീണ്ടും ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. പാലൊക്കെ ഏകദേശം തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ആ ഒരു കോൺഫ്ലോറിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതുകൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫ്ലെയിം കുറച്ചിട്ടിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പാലൊക്കെ ഏകദേശം ഒന്ന് തിക്കായിട്ട് വരും. നന്നായിട്ട് തിക്കാക്കി എടുക്കണ്ട കേട്ടോ, ചെറുതായിട്ടൊന്ന് തിക്കായി വന്നാൽ മതിയേ. നന്നായിട്ട് കൈയെടുക്കാതെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിച്ചു പോവും. ഇനിയിപ്പോൾ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. കോൺഫ്ലോറൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇളനീറിൻ്റെ പൾപ്പ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ആ ഒരു പൾപ്പ് ഞാൻ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്, ഒരു കപ്പിലോട്ട് മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം കുറച്ചിട്ടിട്ട് തന്നെ വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചൂടായ പാലിലോട്ട് തണുത്ത ഇളനീറിൻ്റെ പൾപ്പ് ഒഴിക്കുന്ന സമയത്ത് ഇത് പാല് പിരിഞ്ഞു പോവും. അതുകൊണ്ട് ഫ്ലെയിം നന്നായിട്ട് ലോയിലിട്ടിട്ട് വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് ഏതൊരു പായസത്തിനും നമ്മൾ തണുത്ത എന്തെങ്കിലും ചേർക്കുന്ന സമയത്ത്, അതായത് ഇളനീറായാലും ക്യാരറ്റ് ആയാലും ഒക്കെ ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ടിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പാല് പിരിഞ്ഞു പോവും. ഇനി മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ വേണ്ടുള്ളൂ. ഇളനീർ ഒഴിച്ചതിന് ശേഷം തിളപ്പിച്ചെടുക്കരുതേ, അന്നേരം പാല് പിരിഞ്ഞു പോവും. ഇനി നമുക്ക് ഇതിലോട്ടൊന്ന് വറുത്തൊഴിക്കുകയാണ് ചെയ്യേണ്ടത്. അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഗീ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ വരെ ഗീ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് കാഷ്യൂ നട്ട്സും റൈസിൻസും ഒന്ന്
നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ, വിചാരിക്കുന്നതിനേക്കാൾ ടേസ്റ്റാണ്. അപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും ഈ ഓണത്തിനൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. 2 ദിവസം മുമ്പ് ഞാനൊരു കാരമൽ പായസത്തിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതുകൂടി ഒന്ന് കാണണേ. ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും താങ്ക്